വെൽക്കം ബാക്ക് ടു യുവർ ഓൺലൈൻ ക്ലാസ് റൂം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. അതായത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ്, വ്യത്യാസങ്ങളാണ്. ഫസ്റ്റ് കോളം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് സെക്കൻഡ് വൺ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ടു അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ്, ക്യാപിറ്റൽ ആൻഡ് കറൻറ്റ്. അതായത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ രണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് അനദർ വൺ കറൻറ്റ് അക്കൗണ്ട്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഓൺലി വൺ അക്കൗണ്ട്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. ആൻഡ് സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക്കലി മെൻഷൻഡ് ഇൻ ദ പാർട്ട്ണർഷിപ്പ് ഡീഡ്. അതായത് ഇത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, മെൻഷൻ ചെയ്തിരിക്കണം പാർട്ട്ണർഷിപ്പ് ഡീഡിൽ. ഏത് മെത്തേഡിലാണ്, അതായത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണോ നമ്മൾ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത്. നോട്ട് നെസസറി, മെൻഷൻ ചെയ്യണമെന്നില്ല എന്നാണ്. അതായത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലാണ് എന്നുള്ളത് മെൻഷൻ ചെയ്യണമെന്നില്ല എന്നാണ് പറയുന്നത്. ആൻഡ് തേർഡ് വൺ, ഓൾവേസ് ഷോ ക്രെഡിറ്റ് ബാലൻസ്. എല്ലായ്പ്പോഴും ഷോ ചെയ്യുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ആൻഡ് മേ ഷോ ഡെബിറ്റ് ബാലൻസ്, അതായത് ഡെബിറ്റ് ബാലൻസും ഷോ ചെയ്യാം. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ലൈക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആർ മെയ്ഡ് ഇൻ ദ കറൻറ്റ് അക്കൗണ്ട്. അതായത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് ഏതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഒക്കെ നമ്മൾ ഏതിലാണ് ഷോ ചെയ്യുന്നത്, കറൻറ്റ് അക്കൗണ്ടിലാണ് നമ്മൾ കാണിക്കുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ മെയ്ഡ് ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് നമുക്കറിയാം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ ഒറ്റ അക്കൗണ്ടേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ, അതായത് ഓൺലി ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും നമ്മൾ ഷോ ചെയ്യുന്നത് ഏതിലാണ്, ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഫസ്റ്റ് പോയിന്റ്, ടു അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ്, ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് കറൻറ്റ് അക്കൗണ്ട്. വൺ അക്കൗണ്ട് ഓൺലി ക്യാപിറ്റൽ അക്കൗണ്ട്. It should be specifically mentioned in the partnership deed. Not necessary. Always show credit balance, may show debit balance. Adjustments like interest on capital, drawings, interest on drawings are made in the current account. Adjustments are made in the capital account. അപ്പോൾ ഈ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസസ് ഒന്ന് പഠിക്കാം. ഇനി നമ്മൾ നോക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ്. അതായത് ഫോർമാറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ദ പ്രോഫോമ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നമുക്ക് ആദ്യം ക്രെഡിറ്റ് സൈഡ് നോക്കാം. അതായത് എല്ലാ ഇൻകംസും നമ്മൾ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുക, എല്ലാ എക്സ്പെൻസും നമ്മൾ ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുക. ഫസ്റ്റ് വൺ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ്. ആൻഡ് ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കമ്പനിയുടെ അക്കൗണ്ടാണ്, അതായത് നമ്മളെ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ അക്കൗണ്ടാണ്. അപ്പോൾ അവർക്ക് ഇൻകം ഉള്ളത് എന്തൊക്കെയാണോ അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയും അവർക്ക് എക്സ്പെൻസ് ഉള്ളത് എന്തൊക്കെയാണോ അത് നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. അതായത് ഇത് ഫേമിൻ്റെ അക്കൗണ്ടാണ് എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതായത് കമ്പനിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫേമിന് ഇൻകം ഉള്ളത് മുഴുവൻ ക്രെഡിറ്റ് ചെയ്യുകയും ഫേമിന് എക്സ്പെൻസ് ഉള്ളത് മുഴുവനായും ഡെബിറ്റ് ചെയ്യുകയും നമ്മൾ ചെയ്യും. അപ്പോൾ നോക്കാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അതായത് ഡ്രോയിങ്സിൻ്റെ മുകളിലുള്ള പലിശ. അതായത് എ ബി എന്ന് പാർട്ട്ണർമാരെ ജസ്റ്റ് എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അതായത് ഡ്രോയിങ്സിൻ്റെ മുകളിലുള്ള പലിശ എയും ബിയും, അതായത് ഇൻട്രസ്റ്റ് ആർക്ക് നൽകണം, നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേമിന് നൽകണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോയിങ്സിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് എയും ബിയും നമ്മുടെ ഫേമിലേക്ക് നൽകണം. അപ്പോൾ അത് ഫേമിലേക്ക് വരുന്ന എമൗണ്ട് ആണ്, അതുകൊണ്ട് നമ്മളത് ക്രെഡിറ്റ് ചെയ്യുന്നു. പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ട്സ്, ഷെയർ ഓഫ് ലോസ്. അതായത് ഷെയർ ഓഫ് ലോസ് ആണ് എയുടെയും ബിയുടെയും നമ്മളിവിടെ കാണിക്കുന്നത്. അതായത് ഷെയർ ഓഫ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമിന് നഷ്ടം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം പാർട്ട്നേഴ്സ് എന്ത് ചെയ്യണം, പ്രോഫിറ്റും ലോസും ഒരേപോലെ ഷെയർ ചെയ്തിരിക്കണം. അതായത് അവരുടെ റേഷ്യോയിൽ, അല്ലെങ്കിൽ റേഷ്യോ പറഞ്ഞിട്ടില്ല വെച്ചാൽ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ലോസ് അവരെന്ത് ചെയ്യണം, ലാഭം മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊണ്ടുപോയാൽ പോരാ,
നഷ്ടമുണ്ടായി കഴിഞ്ഞാലും അത് ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫേമിലേക്ക് വെക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? നമ്മുടെ പാർട്ട്നേഴ്സിനുണ്ട്. അപ്പോൾ ഷെയർ ഓഫ് ലോസ് ആണെങ്കിൽ അത് നമ്മുടെ ഫേമിലേക്ക് ഇങ്ങോട്ട് കൊടുക്കണം, അതായത് എയും ബിയും. അപ്പോൾ അത് ഫേമിലേക്ക് വരുന്ന ക്യാഷാണ്. ഇനി ഡെബിറ്റ് സൈഡ് നമുക്ക് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നെറ്റ് ലോസ് ട്രാൻസ്ഫേർഡ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് എക്കും ബിക്കും നമ്മുടെ ഫേം നൽകണം. അതുകൊണ്ടാണ് ഇത് ഡെബിറ്റ് സൈഡിൽ വന്നിട്ടുള്ളത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റലിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് എക്കും ബിക്കും നമ്മുടെ ഫേം നൽകണം. അപ്പോൾ നമ്മുടെ ഫേമിന് അത് എക്സ്പെൻസ് ആണ്. പാർട്ട്നേഴ്സ് സാലറി ഉണ്ടെങ്കിൽ നമ്മളെ ഫേം പാർട്ട്നേഴ്സിന് അത് നൽകണം. അപ്പോൾ കമ്പനിക്ക് അല്ലെങ്കിൽ നമ്മളെ ഫേമിന് അത് എക്സ്പെൻസ് ആണ്. പാർട്ട്നേഴ്സ് കമ്മീഷൻ ഉണ്ടെങ്കിൽ, പാർട്ട്നേഴ്സിന് ഏതിനെങ്കിലും കമ്മീഷൻ ഉണ്ടെങ്കിൽ, എക്കോ ബിക്കോ കമ്മീഷൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഫേം എക്കോ ബിക്കോ നൽകേണ്ടതാണ്. അതുകൊണ്ട് അത് എക്സ്പെൻഡിച്ചർ സൈഡിൽ നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് റിസർവ് ഉണ്ടെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ആർക്ക് നൽകണം? പാർട്ട്നേഴ്സിന് നൽകണം. പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ട്സ്, ഷെയർ ഓഫ് പ്രോഫിറ്റ്, അതായത് ലാഭമുണ്ടെങ്കിലും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ആർക്ക് നൽകിയിരിക്കണം? എക്കും ബിക്കും നൽകണം. അപ്പം നമുക്ക് ഇത് നോക്കി അല്ലെങ്കിൽ ഈ ഫോർമാറ്റ് നോക്കി അല്ലെങ്കിൽ ഈ പ്രോഫോമോ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ജേണൽ ഒന്ന് പറഞ്ഞു നോക്കാം. ജേണൽ പറയുമ്പോൾ ഇത് ബൈ എന്നുള്ള സൈഡാണ്, ഇത് ടു എന്നുള്ള സൈഡാണ്. ഡെബിറ്റ് സൈഡ് നമ്മൾ 2 വെച്ചിട്ടാണ് തുടങ്ങുക, ക്രെഡിറ്റ് സൈഡ് നമ്മൾ ബൈ വെച്ചിട്ടാണ് തുടങ്ങുക. അപ്പോൾ നമുക്ക് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് സാലറി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് കമ്മീഷൻ. ഇവിടെ പാർട്ട്നേഴ്സിൻ്റെ സാലറി ആർക്കാണോ, എക്കാണെങ്കിൽ എ സാലറി, ബിക്ക് കമ്മീഷൻ ആണെങ്കിൽ ബിസ് കമ്മീഷൻ, അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് നൽകിയിരിക്കണം. അതായത് അവരുടെ നെയിം നൽകിയിരിക്കണം. എന്നാലേ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇത് കാണിക്കേണ്ടത് തന്നെയാണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ഓൾറെഡി ഇത് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആർക്കാണോ എന്നുള്ളത് അയാളുടെ കോളത്തിൽ അത് കാണിക്കേണ്ടതാണ്. ഇപ്പോൾ സാലറി എക്കാണെങ്കിൽ എ സാലറി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു എ സാലറി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിസ് കമ്മീഷൻ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു റിസർവ് ആർക്കൊക്കെയാണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് വെച്ചാൽ അത് അവരുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ കാണിക്കണം. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഷെയർ ഓഫ് പ്രോഫിറ്റ്. അതേപോലെ തന്നെ നമുക്ക് ഇത് നോക്കാം. ഇൻട്രസ്റ്റ്, അതായത് ബൈ എന്നുള്ള ഐറ്റാണ് നമ്മൾ ആദ്യം പറയുക. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ക്യാപിറ്റൽ അക്കൗണ്ട്, അതായത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, എസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. ഇങ്ങനെയാണ് നമ്മൾ ജേണൽ പറയുക. ഒരു ഫോർമാറ്റ്, അതായത് ഒരു ലെഡ്ജർ അക്കൗണ്ട് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തിനു കഴിഞ്ഞിരിക്കണം? ജേണൽ പറയാൻ കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ജേണൽസ് ഒന്ന് നോക്കാം. ജേണൽ എൻട്രീസ് ഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസ്, ഫോർ ട്രാൻസ്ഫർ ഓഫ് നെറ്റ് പ്രോഫിറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇൻ കേസ് ഓഫ് ലോസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നെക്സ്റ്റ് ഫോർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. എ ഉണ്ടെങ്കിൽ എസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബി ഉണ്ടെങ്കിൽ ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട്, സി ഉണ്ടെങ്കിൽ സീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കുന്ന ജേണലാണ്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ കാണിക്കാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇപ്പോൾ നമുക്ക് നോക്കാം. ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എന്തിൽ കാണിക്കാൻ പാടില്ല? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് കാണിച്ചിട്ട് എയുടെ കോളത്തിൽ എക്കുള്ള എമൗണ്ട് കാണിക്കും, ബിയുടെ കോളത്തിൽ ബിക്കുള്ള എമൗണ്ട്, സിയുടെ കോളത്തിൽ സിക്കുള്ള എമൗണ്ട്. ഇത് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആ അക്കൗണ്ടിൽ നമുക്ക് ഉള്ളിൽ എഴുതാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ. അപ്പോൾ നേരെ നമുക്ക് എന്ത് എഴുതാം? ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇനി അടുത്തത് ഫോർ പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഇത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കേണ്ട ജേണലാണ്. നമുക്ക് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കാൻ കഴിയില്ല. നമ്മൾ എന്ത് എഴുതും? ബൈ പാർട്ട്നേഴ്സ് സാലറി. എക്കാണ് സാലറി വെച്ചാൽ ബൈ എ സാലറി എന്നിട്ട് എയുടെ കോളത്തിൽ എഴുതും. ബിക്കാണെങ്കിൽ സാലറി ബൈ ബി സാലറി, അത് ബിയുടെ കോളത്തിൽ കാണിക്കും. സിക്കാണെങ്കിൽ ബൈ സി സാലറി, സിയുടെ കോളത്തിൽ കാണിക്കും. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ കാണിക്കേണ്ട ജേണൽ നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് സാലറി, അതായത്
പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആ അക്കൗണ്ടിൽ കാണിക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യും? ടു പാർട്ട്നേഴ്സ് സാലറി എന്ന് കാണിക്കും. ഇനി നെക്സ്റ്റ് നോക്കാം. ഫോർ പാർട്ട്നേഴ്സ് കമ്മീഷൻ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കാനുള്ള ജേണലാണ് പാർട്ട്നേഴ്സ് കമ്മീഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റലിന് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കില്ല. നമ്മൾ എന്ത് കാണിക്കും? ബൈ പാർട്ട്നേഴ്സ് കമ്മീഷൻ. എക്കാണ് കമ്മീഷനെങ്കിൽ ബൈ എസ് കമ്മീഷൻ, ബിക്കാണ് കമ്മീഷനെങ്കിൽ ബൈ ബീസ് കമ്മീഷൻ, സിക്കാണ് കമ്മീഷനെങ്കിൽ ബൈ സീസ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ കുളത്തിൽ അത് കാണിക്കും. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ കാണിക്കേണ്ട ജേണൽ നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് കമ്മീഷൻ. ടു പാർട്ട്നേഴ്സ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ കാണിക്കും. ഫോർ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നെക്സ്റ്റ്. ഫോർ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കേണ്ടത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. നമുക്ക് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് കാണിക്കാൻ കഴിയില്ല. നമ്മൾ എന്ത് ചെയ്യും? ഇത് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അതായത് പാർട്ട്നേഴ്സിന് ഇതെന്താണ്? എക്സ്പെൻഡിച്ചർ ആണ്. അതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് സൈഡിൽ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആരൊക്കെയാണോ ഡ്രോയിങ്സിൻ്റെ മുകളിൽ പലിശ നൽകുന്നത് അത് അവരുടെ കുളത്തിൽ കാണിക്കും. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ അത് കമ്പനിക്ക് ഇൻകം ആയിരിക്കും, അതായത് നമ്മുടെ ഫേമിന് ഇൻകം ആയിരിക്കും. പാർട്ട്നേഴ്സ് ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് കൊടുക്കുകയാണ്. ഡ്രോയിങ്സിൻ്റെ മുകളിലുള്ള പലിശ പാർട്ട്നേഴ്സ് ഇങ്ങോട്ട് നൽകുകയാണ് ഫേമിലേക്ക്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ നമ്മൾ അക്കൗണ്ടിൽ കാണിക്കില്ല. എന്ത് കാണിക്കും? ബൈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ അത് ഇൻകം സൈഡിലേക്ക് വരും, അതായത് ക്രെഡിറ്റ് സൈഡിലേക്ക് വരും. നെക്സ്റ്റ് വൺ. ഫോർ ട്രാൻസ്ഫർ ഓഫ് റിസർവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു റിസർവ് അക്കൗണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ. ഫോർ ട്രാൻസ്ഫർ ഓഫ് ബാലൻസ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇഫ് പ്രോഫിറ്റ് ആണെങ്കിൽ ബാലൻസ് എങ്ങനെ വരും? ഇഫ് ലോസ് ആണെങ്കിൽ ബാലൻസ് എങ്ങനെ വരും? ഇഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. പ്രോഫിറ്റ് ആണെങ്കിൽ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് വരും, അതായത് നമ്മളെ ഫേമിന് അത് എക്സ്പെൻഡിച്ചർ ആണ്, പാർട്ട്നേഴ്സിന് അങ്ങോട്ട് നൽകേണ്ടതാണ്. അപ്പോൾ ഇത് എങ്ങനെ വരും ക്യാപിറ്റൽ അക്കൗണ്ടിൽ? ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അല്ലേ? ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ, അതായത് പാർട്ട്നേഴ്സിന് ഇൻകം ആയിരിക്കും, എന്നാൽ ഫേമിന് അതെന്താണ്? എക്സ്പെൻഡിച്ചർ ആണ്. ഇഫ് ലോസ് നഷ്ടമാണെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ നമ്മൾ കാണിക്കില്ല. നമ്മൾ എന്ത് കാണിക്കും? ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, അതായത് ഫേമിന് അതെന്താണ്? ഫേമിലേക്ക് ആ ക്യാഷ് വരികയാണ് ചെയ്യുക, അതായത് പാർട്ട്ണർമാർ എന്ത് ചെയ്യണം? ആ സ്ഥാപനത്തിലേക്ക് ആ ക്യാഷ് വെക്കേണ്ടതാണ്. പ്രോഫിറ്റ് മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ പോരാ, അതുപോലെ ലോസ് ഉണ്ടെങ്കിൽ അത് ബിസിനസ്സിലേക്ക് അവർ നൽകുകയും വേണം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പഠിച്ചത്. അതായത് ആദ്യം നമ്മൾ പറഞ്ഞു ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ നെക്സ്റ്റ് ടോപ്പിക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതായത് ഫേമിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിലെങ്ങനെയാണ് നമ്മൾ ഓരോ ഐറ്റംസും പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കമ്പനിക്ക് ഇൻകം ഉള്ളത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, കമ്പനിക്ക് എക്സ്പെൻഡിച്ചർ ഉള്ളത് നമ്മൾ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ ഫോർമാറ്റ് നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജേണൽ നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ എക്സാമിന് ഷുവറായിട്ട് വരുന്നതാണ് ജേണൽ എഴുതാൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കാനും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ അതൊന്ന് പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് വരെയുള്ളത് ഒന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ.